ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്തുള്ള സത്രം എന്ന് പറയുന്ന ഒരു എയർ സ്ട്രിപ്പുള്ള സ്ഥലം. സത്രം വ്യൂ പോയിൻറ്റിലാണ് ഈ കാണുന്നത്. ഈ സത്രം വ്യൂ പോയിൻറ്റിലാണ് കേട്ടോ. ഈ സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാർ താമസിക്കുന്ന ഒരു സത്രമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സത്രം എയർപോർട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് എയർ സ്ട്രിപ്പാണ്. അത് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ അവിടെ കാണാം. അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതുവരെ ആരും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ ഒരു സ്ഥലം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നിങ്ങൾ മാക്സിമം വരിക. പരുന്തുംപാറയിൽ വന്നിട്ട് പരുന്തുംപാറയിൽ മാത്രം കറങ്ങിയിട്ട് പോകാതെ ഈ ഒരു സത്രം എയർപോർട്ടിൽ കൂടെ വന്ന് കറങ്ങിയിട്ട് പോകാം കേട്ടോ. ഇച്ചിരി നേരത്തെ വരണം, നേരത്തെ വന്നെങ്കിലേ പറ്റുള്ളൂ. നല്ല കോടമഞ്ഞുണ്ട്. അതുപോലെ തന്നെ കാട്ടുപോത്തുകളെ കാണാം, ആനയെ കാണാം. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മനോഹരമായ ഒരു കാഴ്ചയാണ്. എന്നിട്ട് ആധാരം വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അവിടെയാണ് ആൾക്കാർ ഇരിക്കുന്നത്. നമ്മളവനെ അങ്ങോട്ട് പോവുകയാണ്. ആ വ്യൂ പോയിൻറ്റിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരണം കേട്ടോ. അല്ല, നമ്മുടെ ചെറിയ കാറുകൾ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ വന്നിട്ട് താഴെ ടാറിങ് ചെയ്ത് നിർത്തിയ സ്ഥലമുണ്ട്. അവിടെ കൊണ്ട് നിർത്തുക. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. പിന്നെ ജീപ്പിൽ വരുവാന്നുണ്ടെങ്കിൽ ഓഫ് റോഡ് വഴി നമുക്ക് കണ്ട ഇങ്ങനെ പോകാം. കണ്ട ഈ റോഡ് കണ്ടോ, എന്ത് മനോഹരമായ റോഡാണ് നോക്കി. ജീപ്പിനകത്ത് ഓഫ് റോഡായിട്ട് പോകാനാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വഴി വരിക. അല്ലാതെ നമ്മുടെ വണ്ടി ആണെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാതെ താഴെ തന്നെ നിർത്തുക. പിന്നെ ഇവിടെ ദുരിതാശ്വാസക്കാർക്കാന്ന് തോന്നുന്നു, അവർക്ക് ഒരുപാട് വീടുകൾ വെച്ച് കൊടുക്കാൻ വേണ്ടി അതിന് വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ആ വീടുകൾ വെച്ചിട്ടിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല. ഇവിടെ ആൾക്കാർ താമസിക്കാൻ മടിക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനിമൽസിൻ്റെ ഒരു സഞ്ചാരമുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന പുൽമേടുകളിലെല്ലാം ആന വരാറുണ്ട്, കാട്ടുപോത്ത് വരാറുണ്ട്, മറ്റ് അനിമൽസുകളെല്ലാം വരാറുണ്ട്. അതുകൊണ്ട് ആ എയർ സ്ട്രിപ്പിന് തൊട്ട് അപ്പുറത്തായിട്ട് കാണുന്നത് വനമാണ്. ഇത് മൊത്തം ഒരു മൊട്ടക്കുന്ന് പോലെ കിടക്കുകയാണ്. ഇവിടെ ഈ സമയം ഇതേപോലുള്ള അനിമൽസിൻ്റെ സഞ്ചാരമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ താമസത്തിന് വിസമ്മതിക്കുന്നത്. സർക്കാർ കൊടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ്ട് വീട് പണിയൊക്കെ തുടങ്ങി വെച്ചതാണ്. തുടങ്ങി വെച്ച് പകുതി ആയിട്ടുണ്ട്. അവിടെ എത്ര വീടുകളാണെന്ന് നോക്കി. ഇപ്പോൾ സത്രം വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. നമുക്ക് ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആനെ കാണാം. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് നമുക്ക് ഈ നമ്മുടെ മാനിനെ കണ്ട് അവിടെ ഈ കാണുന്ന സത്രം വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പം ജീപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓഫ് റോഡിലൊക്കെ ഇറങ്ങിപ്പോകാം കേട്ടോ. ഇത് ഫുള്ള് ഓഫ് റോഡ് സർവീസാണ്. ഇവിടുന്ന് ഈ ഒരു വ്യൂ പോയിൻ്റ് വരെ ഓഫ് റോഡാണ്. മഞ്ഞ് നിമിഷ നേരം കൊണ്ടാണ് കയറി മൂടുന്നത്. ഇപ്പം ആ എയർ സ്ട്രിപ്പിലേക്ക് പോകുന്ന വഴിയാണ് ആ കാണുന്ന ലൈൻ കമ്പി കൊടുത്തിരിക്കുന്ന വഴി വരെയാണ് നമ്മൾ എയർ സ്ട്രിപ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. നമുക്കിവിടെ ഈ ഒരു വ്യൂ പോയിൻറ്റിലേക്ക് ഓഫ് റോഡ് വഴി കയറി പോകുന്ന വഴിയാണിത്. ഇതിലേക്ക് ജീപ്പ് ഓടിച്ച് കയറ്റാറുണ്ട്. അതുപോലെ തന്നെ ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഇതുവഴി നമുക്ക് മനോഹരമായ ഈ ഒരു എയർ സ്ട്രിപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിനടുത്താണ് കേട്ടോ. സത്രം എന്ന സ്ഥലത്തിൻ്റെ പേര്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് NSSക്കാർക്ക് വേണ്ടിയാണ് കേട്ടോ. ചെറു വിമാനങ്ങളിൽ പരിശീലനം നൽകുന്നതിനൊക്കെ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. രാജ്യത്തെ തന്നെ ആദ്യത്തെ NSSയുടെ ഒരു എയർ സ്ട്രിപ്പാണ്. രാജ്യത്ത് വേറെ എങ്ങും ഇല്ല ഇങ്ങനൊരു സംഭവം. എന്തായാലും 2 മലകൾ കട്ട് ചെയ്ത് അതിൻ്റെ നടുക്കാണ് ഈ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 650 മീറ്റർ നീളമുണ്ട് ഇതിൻ്റെ റൺവേക്ക്. 2017 നിർമ്മിച്ചിരിക്കുന്നത്. 12 ഏക്കർ സ്ഥലത്ത് 12 കോടി രൂപ മുതൽ മുടക്കിയാണ് പൊതുമരാമത്ത് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 4 ചെറു വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. NSS വിദ്യാർത്ഥികൾക്ക് പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2022 ഡിസംബറിൽ ആദ്യമായി ഒരു ചെറു വിമാനം ഇവിടെ ഇറങ്ങിയായിരുന്നു. അതിൻ്റെ പേര് വൈറസ് SW-80 എന്നാണ്. വിജയകരമായിട്ടാണ് ഇറക്കിയിരുന്നത്. എന്നാലും വനംവകുപ്പിൻ്റെ എതിർപ്പുകളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കാരണം എയർ സ്ട്രിപ്പിൻ്റെ പൂർണ്ണമായ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. പെരിയാർ കടുവാ സങ്കേതത്തിനടുത്തായതിനാലും വിമാനങ്ങളുടെ ശബ്ദം
വന്യജീവികൾക്ക് ശല്യമുണ്ടാക്കുമെന്നുള്ള ആശങ്കയാണ് വനം വകുപ്പ് പറയുന്നത്. ശബരിമല മകരജ്യോതി ദർശനത്തിലുള്ള ഒരു പ്രധാന കേന്ദ്രമാണ് സത്രം അറിയപ്പെടുന്നത്. ചുരുക്കത്തിൽ ഇടുക്കിയിൽ ഈ ഒരു എയർ സ്ട്രിപ്പ് എപ്പോഴും ആവശ്യമുള്ളതാണ്. ദുരന്ത നിവാരണത്തിനൊക്കെ ഏറെ സഹായകമാകുന്ന ഒരു പദ്ധതിയാണ്. എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ വനത്തിൻ്റെ ഒരു സൈഡിൽ ആന നിൽക്കുന്നത് കാണാം. ഈ എയർ സ്ട്രിപ്പ് കണ്ടില്ലേ, മനോഹരമായ എയർ സ്ട്രിപ്പില്ലേ, അതും ഇത്രയും ഒരു മൊട്ടക്കുന്നുകൾക്ക് നടുവിൽ ഒരു എയർ സ്ട്രിപ്പ് നിർമ്മിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. തൊട്ട് താഴെയായി വ്യൂ പോയിൻ്റ് ഉണ്ട് വേറെ, അവിടെയും ജീപ്പുകൾ ആളുകളെ കൊണ്ടുവരും. ഇടുക്കിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിൽ നിന്ന് വരുന്ന ജീപ്പ് ട്രിപ്പുകൾ, ഗവിക്ക് പോകുന്ന ആ റൂട്ടിലും ജീപ്പ് ട്രിപ്പുകൾ കൊണ്ടുപോയിട്ട് ഇതെല്ലാം ഒരു പാക്കേജായിട്ടാണ് വരുന്നത്. അങ്ങ് അകലെയായിട്ട് 2 ആനകളിൽ നിന്ന് മേയുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒരു മലയുടെ മുകളിൽ ഒരു കാട്ടുമുത്ത് ഇപ്പുണ്ട്, അത് നല്ല ദൂരത്തിലാണ്. അപ്പോൾ അത്രയും സൂം ചെയ്തെടുക്കുന്ന ക്യാമറയോ മൊബൈലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഏത് സമയവും ഇവിടെ മഞ്ഞ് മൂടിക്കൊണ്ടിരിക്കും, അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. എന്തായാലും മനോഹരമായ ഈ കാഴ്ച ആസ്വദിക്കാൻ ഇനിയും നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോകണം. ജീപ്പ് ട്രിപ്പോ എങ്ങനെ ആയാലും പോവാം, നമ്മുടെ വാഹനത്തിൽ വേണമെങ്കിലും പോവാം. നമ്മുടെ വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ ചെറിയ വാഹനങ്ങളുടെ അടിയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ആ സത്രത്തിലോട്ട് പോകുന്ന വഴിയിൽ കുറേ ഭാഗം നല്ല രീതിയിൽ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നും വലിയ വിഷയങ്ങളില്ല. എന്തായാലും നിങ്ങൾ പോകണം, ഇടുക്കി ജില്ലയുടെ സൗന്ദര്യം ആസ്വദിച്ച് പോകണം. അനേകം കുന്നുകളും മലകളും ഒക്കെ കയറിയാണ് ഇങ്ങോട്ട് വരുന്നത്. തേയിലത്തോട്ടങ്ങളെയൊക്കെ തഴുകിയെത്തുന്ന കാറ്റുകളും മഞ്ഞും കോടമഞ്ഞിൻ്റെ തണുപ്പും ഇതെല്ലാം ആസ്വദിച്ച് നിങ്ങൾക്ക് പോയി വരാനുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.